ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യുമ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ആണോ അയാളെ വിലയിരുത്തുന്നത്, അതൊരു ആസ് എ വ്യക്തി ഹി മേ ഹാവ് ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരാളായിരിക്കാം. അപ്പോൾ ഏതാണ് പ്രയോറിറ്റി? ലൈക്ക് ഇപ്പോൾ ഒരു മീ ടു അലിഗേഷൻ ഫേസ് ചെയ്ത ഒരു ആക്ടറെ കാസ്റ്റ് ചെയ്യുന്നതിൽ ആസ് എ ഡയറക്ടർ അഞ്ജലിക്ക് അതൊരു പ്രോബ്ലം ഉണ്ടോ? സി ഐ ഹാവ് പ്രയോറിറ്റി നോട്ട് ജസ്റ്റ് എൻ്റെ ഡെസ്റ്റിനേഷൻ മാത്രം പ്രയോറിറ്റൈസ് ചെയ്യുന്നതല്ല, എനിക്ക് എൻ്റെ ജേർണിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഫിലിം ഉണ്ടാക്കുമ്പോൾ ആ ഫിലിം തിയേറ്ററിൽ എത്തിയിട്ട് ഓഡിയൻസ് കൈയടിച്ചാൽ ഹാപ്പിയാണെന്ന് മാത്രം വിചാരിക്കുന്ന ആളല്ല ഞാൻ. എനിക്കത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ഫിലിം ഉണ്ടായി വരികയാണ്, അല്ലാതെ ഇത് ഒരാളുണ്ടാക്കുന്നതൊന്നുമല്ല. ഇത്രയും ആൾക്കാർ ചേർന്ന് ഒപ്പം വർക്ക് ചെയ്ത് അത്രയും ദിവസങ്ങൾ വർക്ക് ചെയ്ത് അതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നൊരു പ്രോഡക്റ്റാണ്. ഇറ്റ്സ് എ ക്രിയേറ്റീവ് കൊലാബറേഷൻ. ഈ ക്രിയേറ്റീവ് കൊലാബറേഷനിൽ വേണ്ടത്ര വേരിയബിൾസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഒരു സമയം എന്നില്ല, ഒരു സ്ഥലം എന്നില്ല, ഇതെല്ലാം വേരിയബിളായിട്ട് ദിവസേന മാറും. അന്നത്തെ ദിവസം അവിടെ പോകുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന വെതറായിരിക്കില്ല, എല്ലാം മാറും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് വരാതിരിക്കാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. സോ ഇഫ് ഐ എം റിയലി വറിഡ് ദാറ്റ് ആരുടെയെങ്കിലും ഒരു പ്രസൻസ് കാരണം സേഫ്റ്റി ഈസ് കോംപ്രമൈസ്ഡ്, ഇല്ലെങ്കിൽ എൻ്റെ ക്രൂവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്നൊക്കെ എനിക്കൊരു വരയുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് മാറി നിൽക്കും. ഈവൻ ഇഫ് പെർട്ടിക്കുലർ ആള് ക്യാരക്ടറിന് പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. എത്ര പെർഫെക്റ്റ് ആണെങ്കിലും അദ്ദേഹം എൻ്റെ പ്രോസസ്സിന് പെർഫെക്റ്റ് ആണോ എന്ന് കൂടെ ഞാൻ നോക്കണം. പലപ്പോഴും ഉണ്ടാകുന്ന ചില ആക്ടേഴ്സ് അവരുടെ പ്രോസസ്സ് എൻ്റെ പ്രോസസ്സിന് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നല്ല ആക്ടറായിരിക്കും, നല്ല പേഴ്സൺ ആയിരിക്കും, ഒക്കെ ആയിരിക്കും. ബട്ട് വെൻ യു മീറ്റ്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വി ഫീൽ സോ ലവ്ലി. അവർക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും, പക്ഷേ നമ്മുടെ പ്രോസസ്സ് ഭയങ്കര ഡിഫറെൻറ്റ്. എന്താ ചെയ്യുക? അങ്ങനെ എത്രയും നല്ല ആക്ടേഴ്സ് ഉണ്ട്, വെർ ഐ എം വെരി ഗുഡ് ഫ്രണ്ട്സ് വിത്ത് ദം. പക്ഷേ ഒരു വിധത്തിലും പ്രോസസ്സ് നമ്മുടെ ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വി എഗ്രി ദാറ്റ് ഇത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ അവരുടെ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണും, അവർ എൻ്റെ പടം പോയി കാണും, ബട്ട് വി ഡോണ്ട് എൻഡ് അപ്പ് വർക്കിംഗ് ടുഗദർ. അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ആ കൂട്ടത്തിൽ ഇതും പെടും. നല്ല ആർട്ടിസ്റ്റ് നല്ലൊരു മനുഷ്യൻ കൂടി ആയിരിക്കണമെന്ന് ഇത് ജഡ്ജ് ചെയ്യാൻ നമ്മൾ നല്ല മനുഷ്യനാണോ ഇല്ലയോ അതൊന്നും അവരെ ജഡ്ജ് ചെയ്യാനൊന്നും ഞാൻ ആരുമല്ല. എനിക്ക് എന്താണ് എൻ്റെ സേഫ്റ്റി, എൻ്റെ ക്രൂവിൻ്റെ സേഫ്റ്റി, എൻ്റെ ഈ പറയുന്ന പ്രോസസ്സിൻ്റെ സേഫ്റ്റി, അത് എൻഷുർ ചെയ്യേണ്ടത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് അത്രയും നോക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്തിനാ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യണേ? കനോട്ട് ജഡ്ജ്. So you won't cast ഒരു Me Too allegation face ചെയ്ത ഒരു ആക്ടറെ കാസ്റ്റ് ചെയ്യില്ല എന്നുള്ളത്? See, I will tell you one thing, that I have an issue when somebody can be a perpetrator. That is my issue. അത് അലിഗേഷൻ വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് മടിക്കും. യു അണ്ടർസ്റ്റാൻഡ്? അലിഗേഷൻസ് ഒക്കെ ഒരു പരിധി വരെ വരും, പക്ഷെ എത്രയോ കാര്യങ്ങൾ അലിഗേഷൻസ് ഒന്നും വരാത്തുണ്ട്, പക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളുണ്ട്. സോ ദെൻ യു സ്റ്റേ അവേ. ഇറ്റ്സ് മൈ പോളിസി. ബെറ്റർ. സോ എനിക്ക് അവരെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഒരുപക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അങ്ങനത്തെ വ്യക്തികൾക്ക് താല്പര്യം ഉണ്ടാവില്ല, ബിക്കോസ് they know I'm very vocal about these things. അതൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് സ്പേസ്. ആൻഡ് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊരു സുഖമാണ്. എന്താ വെച്ചാൽ നമ്മുടെ പൂൾ കുറഞ്ഞു വരുന്നു, പക്ഷെ കൂടുതലും നമുക്ക് അലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഫീൽസ് കംഫർട്ടബിൾ. ഐ എം ഫാർ ഹാപ്പിയർ ലൈക്ക് ദാറ്റ്. സമാധാനത്തോടെ വർക്ക് ചെയ്യാം. അല്ലാതെ ഇത് ആലിഗേഷൻ ബേസ് ചെയ്തിട്ടല്ല. ഇപ്പോൾ ഒരാൾ ഭയങ്കര ടെമ്പറമെൻ്റലാണ്, ഭയങ്കര ടെമ്പറമെൻ്റലായിട്ടുള്ളൊരു വളരെ നല്ല ടെക്നീഷ്യൻ ആയിരിക്കും, ഐ വിൽ നോട്ട് വർക്ക് വിത്ത് ഹിം. ബിക്കോസ് അത് എൻ്റെ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെയാണത്. ഇതൊക്കെ നമ്മുടെ ചോയ്സസ് ആണ്. കൊലാബറേറ്റേഴ്സ് നമ്മുടെ ചോയ്സസ് ആണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് അത് അവരുടെ ക്യാരക്ടറെ ജഡ്ജ് ചെയ്യാനോ അതിനൊന്നും ഞാൻ എന്നാണ്. സോ അതിനെ ബാധിക്കാതെ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം. Ma'am, would you work then with Nana Patekar, Tanushree Dattade? I think I've made my point very clear. No, because he's somebody... No, I will not allow you why to... I'm asking you is the narrative actually shifted. Because if you see Tanushree, I often think about it, like Tanushree was the one who actually brought in the whole wave of Me Too movement. It affected our industry also quite a bit. Appa adu kazhinjittu now if you look back at it, that was the time when Nana Patekar was on the dock. But immediately after that,
the narrative entirely changed. She's out of the picture so much, and he is now the farmer's man, the the egalitarian. So like I said, I will again repeat myself to say that if I feel somebody will affect my process, I would not work with them. അതെനിക്കത് അവരുടെ പേര് എങ്ങനെ വന്നു എന്നോ നെററ്റീവ് എങ്ങനെ വന്നു എന്നോ ഇതൊന്നും അല്ല കാര്യം. എനിക്ക് I have to feel this is okay. There are people who have, you know, been in situations like this and then they come out and they say, yes, I did the wrong thing. You know, that is a different thing altogether. You cannot punish them for the rest of their life എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല. നമുക്ക് ഒരു റെഫോർമേറ്റീവ് വേ വി ഹാവ് ടു തിങ്ക്. പലവർക്കും ഈ ഒരു ഡൈനമിക്സ് അറിയാതെ പലതും പറ്റിയിട്ട് then they want to reform themselves. I think you have to hold space for that. But you have to call it out. Only then can you hold space. You cannot hold space before you call it out. അത് പറ്റില്ല. So I'm not going to comment about any one individual. But this is what I can try. See, ഇതൊക്കെ try ചെയ്താലും at the end of the day, what the experience with me, I don't know. നാളെ എന്തിനാണ് ഈ കമ്മിറ്റിയൊക്കെ വെക്കുന്നത്? കംപ്ലയിൻസ് പരിഹരിക്കാനല്ലേ. ഈ കംപ്ലയിൻസ് ഒരിക്കലും ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തും സംഭവിക്കാം. It will happen on your set and you will be called in the middle of the night to say, oh my God, there's this issue like this and we have to solve it. Then you go ahead and you work on that. So ഈ മിനിമൈസിങ്, നമ്മൾ മിറ്റിഗേഷൻ ഓഫ് റിസ്ക് ഇൻഷുറൻസിൽ പറയില്ലേ. തങ്ങളുടെ ക്രിയേറ്റീവ് പ്രോസസ്സിനെ ചേരുന്ന ഒരാളാണ്. But he has faced some allegations and you know that this guy. But it affects my process, no? If somebody like that is, going to make anybody in my space uncomfortable, then it affects my process. So I don't want to, get into the middle of that. അത് ഞാൻ എത്ര ചെറുതാണെങ്കിലും അത് ചെറിയ നീറ്റായിട്ടുള്ള രീതിയിൽ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. സോ ഐ ഹാവ് എ പ്രോബ്ലം വിത്ത് ജസ്റ്റ് സെയിങ് ഡസൻറ്റ് മാറ്റർ. അതങ്ങനെ ഞാൻ പറയണമെങ്കിൽ അതിന് മേ ബി ദർ ഇസ് സംതിങ് വിച്ച് ഇസ് കൺവിൻസ്ഡ് മീ അതർവൈസ്.